ലൈസൻസ് RC ബുക്കുകളുടെ വിതരണം പുനരാരംഭിക്കുന്നതിന് മന്ത്രിസഭ തീരുമാനമെടുത്തിരിക്കുകയാണ്. പ്രിന്റിങ്ങിലുണ്ടായ കടബാധ്യത തീർക്കുന്നതിനു വേണ്ടി 15 കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് മന്ത്രിസഭ തീരുമാനമെടുത്തത്. ഇതോടെ കടം വീട്ടുന്നതോടെ ഈ RC ബുക്കുകളുടെ പ്രിന്റിംഗ് പുനരാരംഭിച്ചുകൊണ്ട് വിതരണം പുനരാരംഭിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മാസങ്ങളോളമായി RC ബുക്കുകളുടെയും ലൈസൻസുകളുടെയും പ്രിന്റിംഗ് നിലച്ചിരിക്കുന്നു. അത് കിട്ടാതെ വന്നതോടെ നിരവധി ആളുകൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അത് മാത്രമല്ല വലിയ പ്രതിസന്ധിയും സൃഷ്ടിച്ചിരുന്നു. വാഹന വ്യാപാര മേഖലകളിലൊക്കെ വലിയ പ്രതിസന്ധിയായിരുന്നു. മാസങ്ങളോളമായി ലൈസൻസ് ടെസ്റ്റ് പൂർത്തിയായി, അത് പരിശീലനം പൂർത്തിയായതിനു ശേഷം അത് കാത്തിരിക്കുന്ന ആളുകൾക്ക് ലൈസൻസ് കിട്ടാതെയുള്ള ഒരു സാഹചര്യം ഉണ്ടായത് വലിയ പ്രതിഷേധത്തിനും മോട്ടോർ വാഹന വകുപ്പിനെതിരെ വിമർശനത്തിനുമൊക്കെ വഴിയൊരുക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ 15 കോടി രൂപ അനുവദിച്ചുകൊണ്ട് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. 7.5 ലക്ഷത്തോളം ലൈസൻസുകളാണ് സംസ്ഥാനത്ത് മാത്രം വിതരണം ചെയ്യാനുള്ളത്. ഇത് ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുന്നതിനുള്ള തീരുമാനമാണ് മന്ത്രിസഭ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 7.5 ലക്ഷത്തോളം രൂപ, അത് 7.5 ലക്ഷത്തോളം ലൈസൻസുകൾ പെൻഡിംഗ് ആയി കിടക്കുന്നു. ഇതിൽ 8 കോടി രൂപയാണ് പ്രിൻറ്റിംഗ് എടുത്ത് സ്ഥാപനത്തിന് നൽകാനുള്ളതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 3 കോടി രൂപ ഈ പോസ്റ്റൽ വഴി അയച്ചതിനും പ്രിൻറ്റിംഗ് ആയി കടബാധ്യതയായി നിലനിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ മന്ത്രിസഭാ തീരുമാനപ്രകാരം RCയും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ അച്ചടിച്ച ബാംഗ്ലൂർ ITI ലിമിറ്റഡിന് നൽകാനുള്ള 8.66 കോടി രൂപയും CDT നൽകാനുള്ള 6.34 കോടി രൂപയുമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ കടബാധ്യത തീർക്കുന്നതോടെ ഈ RC ബുക്ക് വിതരണത്തിലെ പ്രതിസന്ധി മാറ്റി വിതരണം പുനരാരംഭിക്കുവാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ അതുമാത്രമല്ല, RC ബുക്കുകൾ ഇനി തപാൽ വഴി വരികയില്ല എന്നും മന്ത്രി KB ഗണേഷ് കുമാർ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കാരണം RC ബുക്ക് ഈ ഓഫീസുകൾ RTO ഓഫീസുകൾ വഴിയായിരിക്കും ലൈസൻസുകളുടെയും RC ബുക്കുകളുടെയും ഒക്കെ വിതരണം ഇനിയും ആരംഭിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഇതാണ്: തപാൽ വഴി ഇനിയും വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞാൽ കാലതാമസം എടുക്കുമ്പോൾ സാമ്പത്തികം ലഭിക്കാതെ വരുന്നതോടെ അത് വീണ്ടും തപാൽ വകുപ്പിൽ അത് കെട്ടിക്കിടക്കാനുള്ള സാധ്യത ഉണ്ടാകും. അങ്ങനെ അതും പെൻഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് RTO ഓഫീസുകൾ മുഖേന ആ വഴിയായിരിക്കും ഇപ്പോൾ വിതരണം RC ബുക്കുകളുടെ ലൈസൻസിനും ഒക്കെ വിതരണം ആരംഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ RTOയുമായി ബന്ധപ്പെടുക, അതുപോലെ തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതിയൊക്കെ തുറന്നു കാട്ടുന്നതിന് വേണ്ടി ഒരു ടോൾ ഫ്രീ നമ്പർ അത് ഈ RTO ഓഫീസുകളുടെ മുൻപിൽ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വാട്സപ്പ് നമ്പർ ഉൾപ്പെടെ RTOയുടെ വാട്സപ്പ് നമ്പർ ഉൾപ്പെടെ നൽകും. അതിൽ പൊതുജനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അറിയിക്കാം. അത്തരത്തിലുള്ള ഒരു തീരുമാനം ഒക്കെ ഈ മോട്ടോർ വാഹന വകുപ്പ് RTO ഡിപ്പാർട്ട്മെൻറ്റുമായി അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ RC ബുക്കുകളുടെയും ലൈസൻസ് ബുക്കുകളുടെയും പ്രതിസന്ധി മറികടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉള്ള ഒരു വിഷയമെന്നത് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ 15 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ഈ വ്യാപാര മേഖല, അതായത് വാഹനം മറിച്ച് വിൽക്കുന്നതിന് RC ബുക്ക് ലഭിക്കാതെ വരുന്നതോടെ അത് താമസമുണ്ടാകുന്നുണ്ട്. വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക്, അത് കാത്തിരിക്കുന്ന ആളുകൾക്ക്, ലൈസൻസ് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഈ ലൈസൻസ് കിട്ടാതെ വരുന്നതുമൊക്കെ അത് വലിയ പ്രതിസന്ധിയായിരുന്നു. അത് വലിയ ചർച്ചകൾക്കും വിധേയമായിരുന്നു. പുതുതായി ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അധികാരം ഏറ്റ ആ സമയം മുതൽ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണമെന്നുള്ളൊരു ആവശ്യവുമൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വ്യക്തമായി പൊതുജനങ്ങൾക്ക് മുൻപിൽ, അധികൃതർക്ക് മുൻപിൽ എത്തിക്കുകയും ചെയ്തിരുന്നു, വാർത്തകളിലൂടെ എത്തിക്കുകയും. അതേ തുടർന്നുള്ള ഒരു തീരുമാനമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള കടബാധ്യത തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി മന്ത്രിസഭ മുന്നിൽ കണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിരവധി ആളുകൾക്ക് ഒരു ആശ്വാസകരമായി മാറും, ഡ്രൈവർമാർക്ക് ആശ്വാസകരമായി മാറും. കാരണം RC ബുക്കുകൾ അത് ഈ 15 വർഷമൊക്കെ കാലാവധി കഴിഞ്ഞ റീടെസ്റ്റ് നടത്തിയതിന് ശേഷം RC ബുക്ക് ലഭിക്കാതെ വരുന്നവരുണ്ട്. അങ്ങനെ RC ബുക്ക് ലഭിക്കാതെ വരുന്നവർ നമ്മുടെ സംസ്ഥാനം വിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് വാഹനവുമായി പോകുമ്പോൾ അവിടെ നിന്നും ഈ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ പരിശോധന ഉണ്ടാകുന്നു. അവിടെ RC ബുക്ക് നൽകാതെ വരുമ്പോൾ അത് അവരെ കാര്യമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, പലരും വാഹനങ്ങൾ വിറ്റ് പുതിയ വാഹനങ്ങൾ എടുക്കുന്നതിനോ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത ഉള്ളവർ അത് വിൽക്കുന്നതിനൊക്കെ കാരണമായി അത് സഹായിക്കുന്ന RC ബുക്കുകൾ ഇല്ലാത്തതിനെ തുടർന്ന് അതും അവർ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയായിരുന്നു. ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിനൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ നവംബർ 16 മുതലാണ് ഈ RC ബുക്കുകളുടെയും ലൈസൻസിൻ്റെയും ഒക്കെ പ്രിൻറ്റിങ് നിർത്തിവെച്ചത്. എറണാകുളത്ത് തേവരയിലുള്ള
സ്ഥാപനമാണ്. അത് KSRTCയുടെ സെൻട്രൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പ്രിൻറ്റിങ് നടത്തിയിരുന്നത്. അങ്ങനെ ഈ 8 കോടിയോളം രൂപ കടബാധ്യതയായതിനെ തുടർന്ന് പ്രിൻറ്റിങ് നിർത്തിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിൻറ്റിങ് നിങ്ങൾ മെസ്സേജുകൾ ചില വാഹന ഉടമകളുടെയൊക്കെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജുകൾ വന്നിരുന്നു. പ്രിൻറ്റിങ് നടന്നിട്ടുണ്ട്, നിങ്ങളുടെ RC ബുക്ക് പ്രിൻറ്റിങ് കഴിഞ്ഞു എന്ന രീതിയിലുള്ള ഒരു മെസ്സേജുകളൊക്കെ വന്നിരുന്നു. ആ കാര്യത്തിൽ അന്വേഷിച്ചപ്പോൾ ഇതുവരെയും അവരുടെ കയ്യിൽ എത്തിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ കടബാധ്യത മാറ്റുന്നതോടെ ആ പ്രിൻറ്റിങ് വീണ്ടും പുനരാരംഭിച്ച് ഇത് നൽകുന്നതിന് വേണ്ടി പറയും. ഇപ്പോൾ പുതിയ കാർഡ് രൂപത്തിൽ, അത് PVC കാർഡ് ഉപയോഗിച്ച് ആ കാർഡ് രൂപത്തിലാണ് പുതിയ ലൈസൻസ് RC ബുക്കൊക്കെ പ്രിൻറ്റ് ചെയ്ത് ലഭിക്കുന്നത്. അതിനായി സർക്കാർ പരിശീലനം നൽകുന്ന ആളുകളിൽ നിന്നും 200 രൂപ അധികമായും പോസ്റ്റൽ ഫീസായി 45 രൂപയൊക്കെ അങ്ങനെ 245 രൂപ വാങ്ങിയിരുന്നു. ഈ 245 രൂപ തങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടും എന്തുകൊണ്ടാണ് കടബാധ്യത എന്ന് പറയുന്നതെന്നാണ് വലിയ വിമർശനം, വലിയ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന് തന്നെ അത് വലിയ ഒരു പ്രതിരോധമായി അല്ലെങ്കിൽ ഒരു ആക്ഷേപം തന്നെയായി മാറുകയായിരുന്നു. അങ്ങനെ സാഹചര്യത്തിൽ 245 രൂപ വാങ്ങിയവർക്ക് പുതുതായി PVC കാർഡ് രൂപത്തിലുള്ള ആ ലൈസൻസ് ഒക്കെ ലഭിക്കാതെ വരികയായിരുന്നു. അങ്ങനെ കടബാധ്യത വലിയൊരു ആക്ഷേപം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യചിഹ്നമായി മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. 15 കോടി രൂപ ഈ കടബാധ്യതയ്ക്ക് മാത്രമായി അടിക്കും. സംസ്ഥാനത്ത് തന്നെ 7.5 ലക്ഷത്തോളം ലൈസൻസുകളാണ് ഇപ്പോൾ നൽകാനുള്ളത്. അത് കാലതാമസം എടുക്കും, ഇനിയും മാസങ്ങളോളം എടുക്കേണ്ടി വരും. അത്തരത്തിൽ ലൈസൻസ് പൂർണ്ണമായും പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്യുന്ന ഏതായാലും നിരവധി ആളുകളാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. RC ബുക്ക്, ലൈസൻസ് എന്നിവയ്ക്ക് വേണ്ടി നിരവധി ആളുകളാണ് കാത്തിരിക്കുന്നത്. അവരുടെ കാത്തിരിപ്പിന് വിരാമമിടുകയാണ് ഈ മന്ത്രിസഭയുടെ പുതിയ തീരുമാനം.